ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സിനു രജീഷ്. നമ്മൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്ത പെയ്ത്ത് മഴ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായി നമുക്കിങ്ങനെ വെള്ളം വരാൻ കാരണമെന്ത്? ഡാമുകൾ തുറന്നു വിടുമ്പോൾ അതിന് ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീടുകളിൽ കാരണം അതിനറിയത്തില്ലല്ലോ എങ്ങോട്ടാണ് അത് പോകേണ്ടതെന്ന്. അത് അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. അതിനകത്ത് വന്ന് നശിക്കുന്ന ഓരോ ജീവിതങ്ങൾ നമ്മളെപ്പോലുള്ള പാവങ്ങളാണ്. ഇതിൻ്റെ അടിസ്ഥാനമായ കാരണങ്ങൾ കണ്ടെത്തി അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് അത്ര അത്യാവശ്യമായ കാര്യമാണ്. കൂടാതെ കഴിഞ്ഞ ദിവസമെന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുന്നേ മണ്ണിടിച്ചിലുണ്ടായി പാണക്കാട്ട് മലപ്പുറത്ത്. നമ്മൾ ഓരോരുത്തരും കണ്ട് ക്യാമറാമാൻ റിപ്പോർട്ടറൊക്കെ എന്തിനാ അവിടെ പോയി നിന്ന് ലൈവ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ആ ലൈവ് എടുക്കുകയും അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നത് അവരാണ്. അതിൻ്റെ എഫേർട്ട് എടുത്ത് അവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. നമ്മൾ ഓരോരുത്തരും അത് കണ്ടതാണ്. അവരെ വിമർശിക്കാൻ നിൽക്കാതെ അതവരുടെ ഡ്യൂട്ടിയാണ്. ആ ഒരു അത്യാഹിത കാര്യം പോലും അവർ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അവർ എന്തുമാത്രം നമ്മൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നതെന്ന് ആലോചിച്ചോണം. നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇത് കാണുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ആ സ്പോട്ടിൽ ചെന്ന് അതെടുത്ത് ഒപ്പിയെടുത്തത് നമ്മളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവൻ അവിടെ പണയം വെച്ചിട്ടാണ്. അത് നമ്മൾ മറന്നു പോകരുത്. വിമർശിക്കുന്നവരോട് ഏത് കാര്യത്തിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അവരെന്തിനാ അങ്ങോട്ട് ചെന്നേ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ പറഞ്ഞത്. ആയതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. ഇതൊക്കെ നമ്മളെടുത്ത് കാണുമ്പോഴും നമ്മുടെ വീട്ടിൽ ഇരുന്ന് കാണുമ്പോഴും നമ്മുടെ വീട്ടിൽ ഇരുന്നാണല്ലോ കാണുന്നേ എന്ന് നമ്മൾ ചിന്തിക്കാതെ അതിൻ്റെ പുറത്ത് കുറച്ച് ആളുകളുണ്ട്, അവരിതിനായിട്ട് അധ്വാനിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇതെത്തിക്കാൻ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാട്ടെ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായി ഈ ദുരന്ത മഴ നമുക്കെങ്ങനെ വന്നാൽ അതിനെ തരണം ചെയ്യാൻ പറ്റും. ഒരു ചെറിയ മഴ വന്നാൽ പോലും നമുക്കിപ്പോൾ കേരളത്തിൽ നിൽക്കാനൊക്കാത്തൊരവസ്ഥ, എല്ലാവരും വെള്ളത്തിലാകുന്ന ഒരവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? കണ്ടു നോക്കിയാട്ടെ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വെള്ളങ്ങളൊന്നും ഒഴുകിപ്പോകാനുള്ള സാധ്യതയില്ല. അതാണ് മെയിനായിട്ടുണ്ടാകുന്നത്. കുമരകം തിരുവാർപ്പടക്കം പടിഞ്ഞാറൻ മേഖല വെള്ളത്തിനടിയിൽ. കോട്ടയം നഗരത്തിൽ ഗതാഗത തടസ്സവും. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. നമ്മളടക്കം ജീവൻ ഇപ്പോൾ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ്. ഞാനും ക്യാമറമാനും ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ. ആ മണ്ണ് ഇപ്പോൾ ഞങ്ങൾ നിന്ന സ്ഥലത്താണ് മണ്ണ് ഇപ്പോൾ കൂടിക്കിടക്കുന്ന. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടേ? ഇനി നിങ്ങൾ തന്നെ വിലയിരുത്തുക. വിമർശിക്കുന്നവരോടും വിമർശിക്കാത്തവരോടും എല്ലാവരോടും ഇതിന് പരിഹാരം എന്തെന്ന് കണ്ടെത്തി അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.